ഹായ്, ഞാൻ വിനയ്. ഇത് ഷിനി. ക്വിക്ക് ടു കുക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റുമായിട്ടാണ്, മൂൺ ബിസ്ക്കറ്റ്. ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതാണ് ഈ മൂൺ ബിസ്ക്കറ്റ് എന്താണെന്നുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം 1 കപ്പ് പഞ്ചസാര എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ഫോമിലാക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. അപ്പോൾ ഇത് മെൽറ്റഡ് ഫോമിലായിരിക്കണം, കട്ടിയായിട്ടുള്ള നെയ്യ് ചേർക്കരുത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് 1/4 കപ്പോളം ഗോതമ്പ് പൊടി ചേർക്കുക. മൈദ ഉപയോഗിച്ചും നമുക്ക് ഇതുണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടപ്പെടാത്തവർ കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിലും കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നൈസായി പോകരുത്, അത്യാവശ്യത്തിന് കട്ടി ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് മൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു ട്രേയിലേക്ക് മാറ്റണം. ഇപ്പോൾ ബേക്കിംഗ് ട്രേയുടെ താഴെ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യ് പുരട്ടണം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനു മുൻപ് ഓവൺ ഒന്ന് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 25 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് 25 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചാലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള അല്ല മൂൺ ഷേപ്പിൽ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം.
അപ്പൊ ഇന്നത്തെ മൂൺ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫീഡ്ബാക്ക് കമന്റ്സ് ആയി അറിയിക്കേണ്ടതാണ്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.